ഇന്നലെ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങട്ടെ. അപ്പൊ ആ മീനും ബീഫും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനി ഞാൻ വെള്ളരിക്കയും മാങ്ങയും തക്കാളിയും കൂടിയിട്ടുള്ള ഒരു ചാറുകറി വെക്കാണ്. അപ്പൊ അരപ്പും കൂടി ചേർത്തിട്ട് ആദ്യം കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. അതിലേക്ക് അരപ്പ് ചേർത്ത് ഒന്ന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. അധികം തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് ആ കറി റെഡിയാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാബേജ് തോരൻ വെക്കാന്ന് ഓർത്തിട്ട് ക്യാബേജ് എടുത്തരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടി തിരുമ്മി ചേർത്ത് അത് മാറ്റി വെച്ചിട്ട് പിന്നെ മത്തി എടുത്ത് വെട്ടി തേച്ച് കഴുകിയെടുത്ത് ഒന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചേർത്ത് വറുക്കാനായിട്ട് പെരട്ടി വെച്ചിട്ട് പാനിൽ എണ്ണ ചൂടാക്കി വറുത്തെടുക്കാം കേട്ടോ, മീൻ ഓരോന്നായിട്ട്. അതിനുശേഷം എന്താ ക്യാബേജ് തോരനാക്കി എടുക്കാണ് കേട്ടോ. അപ്പൊ എല്ലാം അരിഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എണ്ണയിലിട്ട് വാട്ടിയെടുക്കുമ്പോഴത്തേക്കും ക്യാബേജ് തോരനായി. ഇനി എന്താ ചള്ളാസ് കച്ചമ്പറ് സാലഡ് എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പൊ സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഉപ്പിട്ടൊന്ന് കുറച്ചു നേരം തിരുമ്മി വെച്ചിട്ട് അതിലേക്ക് തൈര് ചേർത്ത് എടുക്കുക. അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത്. അപ്പൊ നമ്മൾ നോൺ വെജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു അച്ചാർ കൂടി ഉണ്ടാക്കുന്നുണ്ടേ. അപ്പൊ നല്ലെണ്ണയാണ്, നല്ലെണ്ണ ചൂടാക്കി ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടി തീ ഓഫാക്കി വെക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ മാങ്ങയുടെ കൂടെ നേരത്തെ തന്നെ മാങ്ങയും ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയും പിന്നെ നമ്മുടെ ഉലുവയും കടുകും കൂടി പൊടിച്ചതില്ലേ അതും കൂടി ചേർത്ത് കുറേ നേരം മുന്നേ തിരുമ്മി വെച്ചിരുന്ന അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഇത്തിരി വിനാഗിരിയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള അച്ചാറാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അച്ചാറും റെഡിയാക്കി വെച്ചു. അങ്ങനെ വേഗം തന്നെ കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി ഞങ്ങൾ അച്ഛന് വീതി വെക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അമ്മയാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ എല്ലാം ഓരോന്നോരോന്ന് എടുത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇലയൊക്കെ ഇട്ടിട്ട് വാഴയില വെട്ടി അതൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ സാധനങ്ങൾ ഇങ്ങനെ വിളമ്പി വെക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇത് വന്ന് ആ മരിച്ചു പോയവർ വന്ന് കഴിക്കുന്നൊരു സങ്കല്പമാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ശിവരാത്രിക്ക് ചെയ്തത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണേ. അപ്പൊ എല്ലാവരും കണ്ടതിന് താങ്ക് യു സോ മച്ച്.